ജോസി ബാബു കോട്ടയത്ത് നിന്ന്. ജോസി, കോട്ടയത്ത് വളരെ ഉദ്വേഗജനകമായി നമ്മൾ കാത്തിരിക്കേണ്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ പറയാമോ? നിഷാദെ, കോട്ടയത്ത് ശക്തമായ മത്സരം അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാല അടക്കമുള്ള ചില നിർണായക മണ്ഡലങ്ങളുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. കൂടാതെ മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂർ സീറ്റ്, അതോടൊപ്പം പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി സീറ്റുകളിലേക്കും ശക്തമായ മത്സരമുണ്ട്. നിലവിൽ 9 സീറ്റുകളിൽ 5ഇടത്ത് LDF-നാണ് മുന്നേറ്റം. UDF 4ഇടത്താണ് നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലെ കക്ഷിനില. പക്ഷേ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാല കാർമൽ പബ്ലിക് സ്കൂളിലാണ്. ഇവിടെയാണ് കടുത്തുരുത്തി പാല മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുകളുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആർക്ക് വിലപേശൽ ശക്തിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യമടക്കം ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് പാലായിൽ ജയം അനിവാര്യമാണ്. പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ഒരു ജയത്തിൽ കുറഞ്ഞതൊന്നും കേരള കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് അതിൽ കുറഞ്ഞതിലൊന്നും കൊണ്ട് നിലനിൽക്കാൻ പോലും കഴിയില്ലാത്തൊരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് വലിയ മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. 5ൽ നിന്നും അത് 7 സീറ്റ് വരെയായി ഉയർത്താൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ശക്തമായ തരംഗമുണ്ടെങ്കിൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മന്ത്രി VN വാസവൻ അടക്കം മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷാണ് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ നിലയ്ക്കൊക്കെയും ശക്തമായ മത്സരം ഏറ്റുമാനൂരിലടക്കം നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി നേരിട്ടെത്തി പ്രചാരണം നടത്തി എന്നുള്ളതൊക്കെയും അവിടെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കോട്ടയത്ത് UDF വളരെ പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ചാണ്ടി ഉമ്മനും പ്രതീക്ഷിക്കുന്നത്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് ഉണ്ട്. കേരള കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചെയർമാനാണ്. മോൻസ് ജോസഫും നിർമ്മല ജിമ്മിയും തമ്മിലാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടൊരു മത്സരമാണ് കടുത്തുരുത്തിയിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ 4000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മോൻസ് ജോസഫ് ജയിച്ചത്. ഇക്കുറി അത് വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ മറ്റൊരു ശ്രദ്ധേയമായ മണ്ഡലം വൈക്കമാണ്. വൈക്കം പരമ്പരാഗതമായി CPI ജയിക്കുന്ന മണ്ഡലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊരിക്കും വലിയ ട്രെൻഡ് അടിച്ചപ്പോൾ പോലും CPIക്ക് ലീഡ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ LDF-ന് ലീഡ് ഉണ്ടായിരുന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ നടക്കുന്ന CPIയിലെ സംഘടനാ പ്രശ്നങ്ങൾ, CPIയിൽ നിന്നും ആളുകൾ BJP-യിലേക്കും മറ്റു പാർട്ടികളിലേക്കും കൊഴിഞ്ഞു പോകുന്ന അടക്കം CPIക്ക് അവിടെ ആശങ്കയുണ്ട്. പക്ഷേ വലിയ പരിക്കുകളില്ലാതെ അവിടെയും കടന്നുകൂടാൻ കഴിയുമെന്ന് CPI പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അട്ടിമറിയാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തലയാഴം പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ബിന്നിമോനാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ ബിന്നിമോനിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ചങ്ങനാശ്ശേരി മണ്ഡലങ്ങൾ 1980 മുതൽ 2016 മുതൽ CF തോമസ് ആയിരുന്നു MLA. അതിൽ നിന്നും 2021-ൽ ജോബ് മൈക്കിളിലൂടെ LDF ആ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഇക്കുറി അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗമായ വിനു ജോബാണ് ചങ്ങനാശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം അനുഭവപ്പെടുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ അപ്രവചനീയമാണ് കാര്യങ്ങളെന്ന്. പ്രത്യേകിച്ച് ഏറ്റുമാനൂരിലടക്കം സാമുദായിക ധ്രുവീകരണം, പ്രത്യേകിച്ച് ഇടത് പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് UDF ഉള്ളത്. അങ്ങനെയെങ്കിൽ അത് മന്ത്രി VN വാസവന് അടിമുതറാൻ ഇടയാക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ. ജോസി